ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പുസ്തകം ദ ലോ ഓഫ് സക്സസ് ബൈ പരംഹംസ യോഗാനന്ദ. സന്തോഷം, സമൃദ്ധി ഇവയെല്ലാം മനസ്സിൻ്റെ ശക്തി കൊണ്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നു. പരംഹംസ യോഗാനന്ദ പറയുന്നു, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, സന്തോഷം, ആരോഗ്യം, സമ്പത്ത്, ഈ മൂന്നും നേടുന്നതിന് ഒരു ശക്തി ആവശ്യമാണ്. പരംഹംസ യോഗാനന്ദ പറഞ്ഞ ഈ മെത്തേഡുകൾ ധാരാളം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉപയോഗിച്ചു. ധാരാളം ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു. നമ്മുടെ സക്സസ് നമ്മുടെ എബിലിറ്റി, അതായത് കഴിവ്, ട്രെയിനിങ്, അതായത് പ്രാക്ടീസിലും ബേസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ സക്സസ് നമ്മുടെ കഴിവിലും ട്രെയിനിങ്ങിലും മാത്രമല്ല ആധാരമായിരിക്കുന്നത്, പകരം നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയെയും പിക്ക് ചെയ്യുന്നതിലാണ് നമ്മുടെ സക്സസ് എന്ന് പരംഹംസ യോഗാനന്ദ പറയുന്നു. നമ്മുടെ മുൻപിൽ ഓപ്പർച്യൂണിറ്റികൾ തനിയെ വരികയല്ല, പകരം അവയെ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ മുൻപിൽ ഓപ്പർച്യൂണിറ്റികൾ വരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ വീണ്ടും പുതിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നുവെന്ന് പരംഹംസ യോഗാനന്ദ പറയുന്നു. ഇപ്പോൾ നമുക്കുള്ള എല്ലാ റിസോഴ്സുകളെയും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെയും ശരിയായ രീതിയിൽ ഉപയോഗിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയാൻ തുടങ്ങുന്നു. ഇങ്ങനെ നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ പവറുമായി കണക്റ്റ് ആകുന്നു. നമ്മുടെ ചിന്തിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവ് ആ ഒരു അൺലിമിറ്റഡ് പവറിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ശക്തിയെ നല്ല രീതിയിൽ 100% ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിർമ്മിക്കുന്നത് മനസ്സാണ്, അതായത് റിയാലിറ്റിയിലേക്ക് മാറ്റുന്നത് മനസ്സാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വിചാരങ്ങളും വിശ്വാസങ്ങളുമാണ് മനസ്സിൽ ഹോൾഡ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യത്തെ, ഡെസ്റ്റിനിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ചിന്തിക്കുന്ന പാറ്റേണാണ് നമ്മുടെ സക്സസ്സിനെ അല്ലെങ്കിൽ തോൽവിയെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു വിചാരമാണോ കൂടുതൽ സമയം ഹോൾഡ് ചെയ്യുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അതൊരു പക്ഷേ വിജയമാകാം, പരാജയമാകാം. നമ്മുടെ വിജയത്തിനും പരാജയത്തിനും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. നമ്മുടെ വിചാരങ്ങൾ വിജയത്തെ പറ്റിയുള്ളതാണെങ്കിൽ, സക്സസ്സിനെ പറ്റിയുള്ളതാണെങ്കിൽ, പുറമേയുള്ള പരിസ്ഥിതി എന്തുമായിക്കൊള്ളട്ടെ, തീർച്ചയായും വിജയം കാണാൻ സാധിക്കും, തീർച്ചയായും വിജയം നേടാൻ സാധിക്കും. അതിനു പകരം നമ്മുടെ മനസ്സിൽ അൺസക്സസ്ഫുൾ ആകുന്ന തരത്തിലുള്ള വിചാരങ്ങളാണ് കൂടുതൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ എത്ര നല്ലതായാലും ഫേവറബിൾ ആയാലും സക്സസ്ഫുൾ ആകാൻ സാധിക്കില്ല. ഭയം നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഭയം നമ്മുടെ മനസ്സിനെ ദുർബലമാക്കുന്നു. ഭയം നമ്മുടെ വൈറ്റൽ ഫോഴ്സ്, അതായത് ജീവൻ ശക്തിയെ കുറയ്ക്കുന്നു. അതിലൂടെ വ്യക്തി കൂടുതൽ ഷ്രിങ്ക് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഒരു കാര്യവും പൂർണ്ണമായി നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഭയമുണ്ടാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വിചാരങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകേണ്ടതാണ്. എല്ലാം ചെയ്തിട്ടും പല കാര്യങ്ങളിലും അൺസക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അതൊരു ചലഞ്ചായി എടുക്കുക. തുടർന്ന് ഭൗതികവും ആധ്യാത്മികവുമായ ജീവിതത്തിൻ്റെ ഗ്രോത്തിനായിട്ടുള്ള ആധാരമായി വിചാരിച്ച്, അതായത് സ്പിരിച്വലും മെറ്റീരിയലുമായ ജീവിതത്തിൻ്റെ ആധാരമായി വിശ്വസിച്ച് മുൻപോട്ട് പോകുക. കാരണം തോൽവികൾ നമ്മളെ ഏത് കാര്യം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ്സിനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് സെൽഫ് അനാലിസിസ്, ആത്മനിരീക്ഷണം. ഇതൊരു കണ്ണാടിയാണ്. ഈ കണ്ണാടി നമുക്ക് നമ്മെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കുറവുകളെപ്പറ്റി മറ്റുള്ളവർ പറയാൻ ഭയപ്പെടുന്നു. എന്നാൽ ആത്മനിരീക്ഷണം ചെയ്യുമ്പോൾ നിങ്ങളുടെ കുറവുകൾ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നു. നമുക്ക് തോൽവികൾ ഉണ്ടാകുമ്പോൾ ആ കാര്യത്തെ നിരീക്ഷണം നടത്തി ഒരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടതാണ്. അതിൽ നിന്നും നല്ല കാര്യങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കുക, മോശമായ കാര്യങ്ങളെ ഇറാഡിക്കേറ്റ് ചെയ്യുക, ഇല്ലാതാക്കുക.
ഈ പ്രയത്നം തീർച്ചയായും ചെയ്യണം. ഇങ്ങനെ ആത്മനിരീക്ഷണം ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയാണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്ര ദൂരമുണ്ട്, ഇനി എത്രമാത്രം പ്രവർത്തിക്കണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പോസിറ്റീവ് തിങ്കിങ് ചെയ്യുന്നതിനോടൊപ്പം ഇച്ഛാശക്തി, വിൽ പവർ കൂടി ഉപയോഗിച്ച് സക്സസ്സിലേക്ക് നടന്നെടുക്കാൻ പരമഹംസ യോഗാനന്ദ് നിർദ്ദേശിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തമായ വിൽ പവറിനെ കോൺഷ്യസ്ലി, ബോധപൂർവം ഉപയോഗിക്കാറില്ല. ചിലപ്പോൾ തോൽവികൾ ഉണ്ടാകുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു തെറ്റായ റിസൾട്ട് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ആ വിൽ പവർ ഉപയോഗിച്ചില്ലല്ലോ എന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ മനസ്സിൽ വരുന്ന വിചാരങ്ങൾ കൂടുതലും സബ് കോൺഷ്യസ്ലി തനിയെ വരുന്നതാണ്. എന്നാൽ ചില വിചാരങ്ങൾ നമ്മൾ സ്വയം കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ വരുന്ന വിചാരങ്ങളിൽ ഏതൊരു എനർജിയാണോ, ഏതൊരു വിചാരമാണോ കൂടുതലായി വരുന്നത്, ഡൊമിനൻ്റായി വരുന്നത്, അത് നമ്മുടെ റിയാലിറ്റിയായി മാറുന്നു, നമ്മുടെ വിധി അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യമായി മാറുന്നു, നമ്മുടെ ഫ്യൂച്ചറായി മാറുന്നു. നമ്മുടെ വിൽ പവർ നമ്മുടെ വിചാരങ്ങളിലും ഭാവനകളിലും ആറ്റിറ്റ്യൂഡിലും ആക്ഷനിലും റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ടുള്ള വിചാരങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഭാവനകൾ, പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ഒരു ചോയ്സ് നമുക്കുണ്ട്. വിൽ പവർ ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ആക്ഷൻ എടുക്കുന്നതിന് വിൽ പവറിനെ ഉപയോഗിച്ചുകൂടാ? പരമഹംസ യോഗാനന്ദ് പറയുന്നു, നമ്മുടെ മറ്റൊരു കഴിവാണ് തുടക്കം കുറിക്കുക, ഇനീഷ്യേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു കാര്യത്തെ തുടങ്ങി വയ്ക്കുക. അതിലൂടെ മറ്റാരും ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു കാര്യത്തെ പുതിയ രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷനായി മാറുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള ആ പരംശക്തിയുടെ ആവിഷ്കാരത്തിൻ്റെ ശക്തി. ഇതിനായിട്ട് നമ്മുടെ മോശമായ എല്ലാ സ്വഭാവങ്ങളെയും ഉപേക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളെയും, അതായത് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും മനസ്സിനെ ഫോക്കസ് ചെയ്യുക. അത്തരത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്നതുവരെ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പോസിറ്റീവായ കാര്യങ്ങളിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാൻ തുടങ്ങുന്നു, ഏകാഗ്രത വർദ്ധിക്കുന്നു. ഈ ഏകാഗ്രതയുടെ പ്രാക്ടീസിനൊപ്പം മെഡിറ്റേഷനും കൂടി ചെയ്യുമ്പോൾ അസംഭവമായ പല കാര്യങ്ങളെയും സംഭവ്യമാക്കി തീർക്കാൻ സാധിക്കുന്നു. ഇമ്പോസിബിളിൽ നിന്ന് പോസിബിളാക്കി മാറ്റാൻ സാധിക്കുന്നു. എല്ലാ സക്സസ്ഫുള്ളായ ആളുകളുടെയും തുടക്കം കോൺസെൻട്രേഷനിൽ നിന്നാണ്. അവർ തുടക്കത്തിൽ അവരുടെ കോൺസെൻട്രേഷനെ, ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുന്നതിൽ പ്രാക്ടീസ് ചെയ്തു. അവർ അവരുടെ മനസ്സിൻ്റെ ആഴത്തിൽ പോയി പല പ്രശ്നങ്ങളുടെയും ഉത്തരം കണ്ടെത്തുന്നു. അത് സാധാരണ ആളുകൾക്ക് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ശ്രദ്ധയെ എന്താണോ വേണ്ടാത്തത് അതിൽ നിന്നും മാറ്റി എന്താണോ വേണ്ടത് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നതാണ് വിജയത്തിൻ്റെ മറ്റൊരു രഹസ്യം എന്ന് പറയുന്നു. നമുക്ക് എന്താണോ വേണ്ടാത്തത് അതിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മാറ്റി നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നമ്മുടെ ഡിവൈൻ വിൽ, ദൈവികമായ ആ വിൽ പവറിന് ഒരു ബൗണ്ടറിയുമില്ല, അതിന് അതിരുകളില്ല. പരമഹംസ യോഗാനന്ദ് പറയുന്നു, 100% ഫോക്കസ് അത് നമ്മുടെ ഭാഗ്യത്തെ തന്നെ ചേഞ്ച് ചെയ്യുന്നു. ഈ ശക്തി കൊണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ചെയ്യാൻ സാധിക്കും. പരമഹംസ യോഗാനന്ദ് പറയുന്നു, നമ്മൾ ആ പരംശക്തി, അതായത് ഈശ്വരൻ്റെ ഭാഗമായതുകൊണ്ട് ഈശ്വരൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ഉള്ളിലുമുണ്ട്, എല്ലാ ശക്തികളുമുണ്ട്. അതുകൊണ്ട് മെഡിറ്റേഷൻ്റെ സമയത്ത് ആ പരംശക്തിയുമായി, ഈശ്വരനുമായി എങ്ങനെ കണക്റ്റ് ചെയ്യാമെന്ന് ചിന്തിക്കണം, അതിനുള്ള പ്രയത്നം ചെയ്യണം. അതിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും, എല്ലാ ഡിസയറും പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും സക്സസ് നേടാൻ സാധിക്കും. നമ്മൾ സക്സസ്ഫുൾ ആകുന്നതിൽ ശ്രദ്ധ നൽകുന്നതിനേക്കാൾ കൂടുതൽ ആ പരംശക്തിയുമായി, ഈശ്വരനുമായി കണക്റ്റ് ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പരമഹംസ യോഗാനന്ദ് പറയുന്നു. ആദ്യം സക്സസ് എന്താണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കണം.
ധാരാളം സമ്പത്ത് നേടിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്ര വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അത് വളരെയധികം നഷ്ടം ഉണ്ടാക്കുന്നു. ഹെൽത്ത് നല്ലതല്ലെങ്കിൽ പണം ഉണ്ടായിട്ടും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും അത് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഹെൽത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം മനസ്സിൻ്റെ ശാന്തിയാണ്. പീസ് ഓഫ് മൈൻഡ്. മനസ്സിൻ്റെ ശാന്തി നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ് ഇവയെല്ലാം ഉണ്ടായിട്ടും എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. പരമഹംസ യോഗാനന്ദ പറയുന്നു, സക്സസ് ആകുന്നത് അത്ര വലിയ കഠിനമായ കാര്യമല്ല. അതിനുപരിയായിട്ട് നമ്മൾ ഏത് കാര്യത്തിലാണ് സക്സസ്ഫുൾ ആകേണ്ടത് എന്ന തീരുമാനമെടുക്കുന്നതാണ് കൂടുതൽ കഠിനം. അതുകൊണ്ട് നിങ്ങൾ ഏത് കാര്യത്തിലാണ് സക്സസ്ഫുൾ ആകേണ്ടത് അത് തീരുമാനിക്കുന്നതിന് മുൻപ് കുറച്ച് സമയം നല്ല രീതിയിൽ ചിന്തിക്കണമെന്ന് പരമഹംസ യോഗാനന്ദ പറയുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുകയാണെന്നിരിക്കട്ടെ. ആ കരിയർ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആ കരിയറിലാണ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകേണ്ടത് എങ്കിൽ ആ കരിയറിനെ പറ്റി കുറച്ച് സമയം ചിന്തിക്കണം. അതിൻ്റെ പോസിബിലിറ്റീസിനെ പറ്റി ചിന്തിക്കണം, നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ പറ്റി ചിന്തിക്കണം, എന്നിട്ട് അത് തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിലാണ് നിങ്ങൾ സക്സസ്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി ആദ്യം ചിന്തിക്കുക, തുടർന്ന് തീരുമാനമെടുക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പുറം ലോകത്തിന് നിങ്ങൾ സക്സസ്ഫുള്ളായ വ്യക്തിയായിട്ട് ഒരു പക്ഷേ തോന്നും, പക്ഷേ ഉള്ളിൽ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതിനെ സക്സസ്ഫുൾ എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിച്ചതിന് ശേഷവും സന്തോഷത്തെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ജീവിതം പ്രോഗ്രസ്സിന് പകരം താഴോട്ട് പോകാൻ ആരംഭിക്കുന്നു. ജീവിതം പ്രോഗ്രസ് ചെയ്യുകയില്ല. പരമഹംസ യോഗാനന്ദ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മറ്റ് പല കാര്യങ്ങളിലും എത്രമാത്രം സക്സസ്ഫുള്ളാണ് എന്നതിന് ഉപരിയായിട്ട് നമ്മൾ എത്രമാത്രം സന്തോഷത്തോടെ, ഹാപ്പിനെസ്സോടെ ഇരിക്കുന്നു എന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. എത്രത്തോളം നമ്മൾ പ്രകൃതിയുടെ നിയമങ്ങൾ, യൂണിവേഴ്സൽ ലോ, അവയുമായി കണക്റ്റഡായിട്ട് അവയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ സക്സസ്സിനോടൊപ്പം സന്തോഷവും മനസ്സിന് ശാന്തിയും ലഭിക്കുന്നു. പലപ്പോഴും നമ്മൾ നമ്മുടെ തെറ്റുകളെ കണ്ടുകൊണ്ടും കാണാതിരിക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് മേൽ കൂടുതൽ ചിന്തിക്കുന്നു. തെറ്റുകൾ സംഭവിക്കുമ്പോൾ സ്വയത്തിനോടൊപ്പം തന്നെ മറ്റുള്ളവരോടും ക്ഷമ കാണിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ നമ്മുടെ ഊർജ്ജത്തെ, അതായത് ടൈം ആൻഡ് എനർജി, ഏതെങ്കിലും കൺസ്ട്രക്റ്റീവായ, പ്രോഗ്രസീവായ കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ആ എനർജി വർദ്ധിക്കാൻ തുടങ്ങുന്നു. സക്സസ്, വിജയത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ മുൻപിൽ വരുന്ന അൺസർട്ടനിറ്റീസ്, സിറ്റുവേഷൻസ്, എൻവയോൺമെൻറ്റ്, ഇവയെല്ലാം മുൻപിൽ ഉണ്ടായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഡിറ്റർമിനേഷൻ ആവശ്യമാണ് എന്ന് പറയുന്നു. ദൃഢത. ഈ യാത്രയിൽ ആ പരം ഊർജവുമായി കണക്റ്റ് ചെയ്തിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പരമഹംസ യോഗാനന്ദ പറയുന്നു. അതിലൂടെ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കാൻ തുടങ്ങുന്നു. ഇതിനെ പരമഹംസ യോഗാനന്ദ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നു. അങ്ങനെ ആ ഊർജവുമായി, പരംശക്തിയുമായി, സോഴ്സ് എനർജിയുമായി കണക്റ്റ് ആകുമ്പോൾ ആ ഊർജം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു, ഒരു ഫ്ലോ ഉണ്ടാവാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ഊർജത്തിൻ്റെ ഫ്ലോ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെല്ലാമാണോ ചെയ്യുന്നത് അതിലെല്ലാം തന്നെ സക്സസ് നേടാൻ സാധിക്കുന്നു. എല്ലാ സമ്പത്തും ആ അൺലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ആ സോഴ്സുമായി കണക്റ്റ് ചെയ്തിരിക്കുന്നതിലൂടെ എന്തും നേടുന്നത് വളരെ ഈസിയായി മാറുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ലോൺലിനെസ്, ഫിയർ തുടങ്ങിയ എല്ലാ നെഗറ്റീവായ ഇമോഷനെയും ഇല്ലാതാക്കുക, റിലീസ് ചെയ്യുക. പരംശക്തിയിൽ എല്ലാമുണ്ട്. ആ പരംശക്തിക്ക് ലാക്ക്, അതായത് അഭാവം എന്ന വാക്ക് അറിയുകയില്ല. ആ പരംശക്തിയുമായി കണക്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഉള്ളിലുള്ള ലാക്ക്, അതായത് അഭാവത്തിൻ്റെ എല്ലാ ഫീലിങ്സിനെയും ഇല്ലാതാക്കണം, ലെറ്റ് ഗോ ചെയ്യണം. നമ്മുടെ കോൺഷ്യസിൽ അബണ്ടൻസ്, അതായത് സമൃദ്ധിയെ ഹോൾഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന യാത്രയിൽ ഈ ഔട്ടർ വേൾഡിൽ സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല എങ്കിലും
അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതാണെന്നുള്ള വിശ്വാസവും വയ്ക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വിശ്വാസം വയ്ക്കുമ്പോൾ നിങ്ങൾ ആ പരംശക്തിയുമായി കണക്റ്റഡ് ആവുന്നു. തുടർന്ന് പല സാധ്യതകളും നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ തുടങ്ങുന്നു. ഇത് തന്നെയാണ് ആ പരംശക്തിയെ, ആ ഊർജത്തെ, സോഴ്സ് എനർജിയെ, ഈശ്വരീയ ശക്തിയെ, ദൈവികതയെ നമ്മുടെ ഉള്ളിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള മാർഗം. ഫ്രണ്ട്സ്, ഇതായിരുന്നു ലോ ഓഫ് സക്സസ് എന്ന പുസ്തകത്തിൻ്റെ ഒരു ചെറിയ സമ്മറി. താങ്ക് യു ഫോർ വാച്ചിങ്.